ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. സോ എല്ലാവർക്കും എനിക്മയുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് കുറച്ച് WWE ഗെയിംസ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ റേറ്റ് ചെയ്യാൻ പോകും ഗെയിംസ്. പക്ഷേ നമ്മൾ Wrestling Revolution 3D, Wrestling Empire, WWE Mayhem ഈ 3 ഗെയിംസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നില്ല. സോ ബാക്കി എല്ലാ ഗെയിംസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ പോകണം. അത് എല്ലാ ഗെയിംസ് എന്ന് പറയുമ്പോൾ നമ്മൾ 6 ഗെയിംസ്. ഓക്കെ, നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ കളിച്ച് നോക്കാൻ പോവാണ്. സോ ആ ഗെയിമിനെ നമുക്ക് റേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുവാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് അടക്കാം. സോ അപ്പം നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത് ചാമ്പ്യൻസ് റിംഗ് റെസ്ലിംഗ് ഗെയിം എന്ന് പറയുന്ന ഗെയിമാണ്. അപ്പോൾ ഈ ഗെയിം ഞാൻ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിമിന് പ്ലേ സ്റ്റോറിൽ 3.9 സ്റ്റാറിലധികം റേറ്റിംഗ് ഉണ്ട്. അത് മാത്രമല്ല 10 lakhs പ്ലസ് ഡൗൺലോഡ്സും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഗെയിം എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ ഗെയിമിന്റെ റിവ്യൂ പറ്റി നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എല്ലാവരും പോസിറ്റീവ് റിവ്യൂസ് ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ റിവ്യൂ നോക്കിയിട്ടില്ല നമ്മൾ കളിക്കാൻ പോകുന്നത്. സോ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഗെയിമിനെ പറ്റി നമ്മൾ അറിയേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗെയിം ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, സോ നമുക്ക് ചാമ്പ്യൻസ് റെസ്ലിംഗ് എന്ന ഗെയിം നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, ഓപ്പൺ ആക്കുമ്പം ഫ്രണ്ട് ബിഗ് ഷോ ആണെന്ന് തോന്നുന്നു. ബിഗ് ഷോയെ പോലെ ഒരാൾ വന്ന് തന്നെ ചോക്സ്ലം ചെയ്യുന്നു. ബിഗ് ഷോ ആണെന്ന് തോന്നുന്നു, എന്തോന്ന് അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഗെയിം വന്നിരിക്കുകയാണ്. നമുക്ക് ബാറ്റിൽ ബാറ്റിൽ സ്റ്റോറി മോഡ്, ഫ്രീ മോഡ്, സ്റ്റോറി മോഡ് നമുക്ക് അൺലോക്ക് ആയിരിക്കുകയാണ്. അപ്പം സ്റ്റോറി മോഡ് കളിക്കാം. ഓക്കെ, ഒപ്പോണന്റ് ഫീമെയിൽ റെസ്ലർ ആണ്. ഓക്കെ, ഫീമെയിൽ. ഓക്കെ, നമ്മളിതാ ഫ്രണ്ട്ലി ആണ്. ഫ്രണ്ട്ലി വിസസ് പെന്നി. ആഹാ, കൊള്ളാലോ. റെൻലിയും പെന്നിയും തമ്മിലാണ് ഫൈറ്റ് നടക്കുന്നത്. യെസ്, നമുക്ക് എന്തായാലും ഫൈറ്റ് തുടങ്ങാൻ പോകണം. ഓക്കെ, യെസ്, ഇതാ നിങ്ങൾ കാണുന്നത് റെൻലിയിൽ എൻട്രിയൻസ് ആണ്. റെൻലി ഇതാ റിങ്ങിലേക്ക് കയറിയിരുന്നു. ഇതാ റിങ്ങിലേക്ക് കയറിയിരിക്കുകയാണ്. ഓക്കെ, യെസ്, ഇത് നമ്മുടെ ഒപ്പോണന്റ് റെൻലി. പെന്നി ആരാ? എന്തൊക്കെ ബഗ് ഉണ്ട്. ഓക്കെ, മാച്ച് സ്റ്റാർട്ട് ആക്കാൻ റെൻലി നമ്മൾ എന്തോ അടിക്കുമ്പോൾ പൂത്തിരിക്ക് കൊടുത്തു. എന്റെ മോനെ കസേര, അത് കിടില മൂവ്. ആ കസേര കൈ വരുന്നത് പറന്നു വരുന്നത് വേറെ ലെവലല്ലേ. ഓക്കെ, ഇത് പെന്നി ഇത് അടി വാങ്ങുന്നു റെൻലിയുടെ കയ്യിൽ നിന്ന്. പക്ഷെ റെൻലി എന്തൊക്കെ കാണിക്കുന്നു. റെൻലിയുടെ നിക്കറൊക്കെ കണ്ട. എന്റെ മോനെ കസേര എവിടുന്ന വരുന്നത്? എനിക്ക് അതിന്റെ സീക്രട്ട് എനിക്കൊന്നും അറിയണം. കസേര എവിടുന്ന വരുന്നതെന്ന് നമുക്ക് പിൻ ചെയ്യാം. ഓക്കെ, ടാപ്പ് ടു പിൻ ഡൗൺ. ഓക്കെ, നമുക്ക് എന്തായാലും പിൻ ചെയ്യാൻ പറ്റുന്നില്ല. പെന്നി അത് അഴിച്ചിരിക്കുകയാണ്. യെസ്, പെന്നി എന്തിനാണ് വന്നത്? ഇരിക്കാൻ തന്നെ വന്നതാണോ അതോ? ഓക്കെ, യെസ്, നമുക്ക് വീണ്ടും കസര ഇട്ടിരിക്കുകയാണ്. എന്റെ മോനെ തലമണ്ട അടിച്ച് 3ാമത്തെ തൊട്ടാണ് നമ്മൾ കസര അടിച്ച് നമ്മൾ പെന്നിയുടെ തലമണ്ട അടിച്ച് പൊട്ടിക്കുന്നത്. എന്താ അല്ലേ. ഓക്കെ, യെസ്, പിൻ ചെയ്. യെസ്, നമ്മൾ ജയിച്ചിരിക്കുകയാണ്. നമ്മുടെ റെൻലിക്കുട്ടൻ ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ 3 സ്റ്റാർ എനിക്ക് കിട്ടിയിരിക്കുകയാണ്. യെസ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഗെയിം പ്ലേ. ഈ ഒരു ചാമ്പ്യൻസ് റെസ്ലിംഗ് ആണ് ഗെയിം. അപ്പോൾ നിങ്ങൾ ആ പ്ലേ സ്റ്റോറിൽ കണ്ട മാതിരി അത്തരം പോസ്റ്ററൊന്നും അത്ര ആഡംബരമൊന്നും ഇതിനകത്ത് എനിക്ക് കണ്ടിട്ടില്ല. പക്ഷേ ഗെയിമിനെ പറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ടൈം പാസിനൊക്കെ ആണെങ്കിൽ ഈ ഗെയിം കളിക്കാൻ നല്ല സൂപ്പർ ഗെയിമാണ്. വെറുതെ നിങ്ങൾ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ വെറുതെ ഇട്ട് കളിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഡീപ്പായിട്ട് ഇങ്ങനെ റെസ്ലിംഗ് ഗെയിം കളിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ഗെയിം എടുക്കല്ലേ എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ഗെയിമിന് ഞാൻ റേറ്റിംഗ് കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 10 8 സ്റ്റാർ കൊടുക്കും. സോ നിങ്ങൾക്ക് ഈ ഗെയിമിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾ ഈ ഗെയിം കളിച്ചുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അതും താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ലിസ്റ്റിലെ 2ാമത്തെ ഗെയിമാണ് റിയൽ വേൾഡ് റെസ്ലിംഗ് അരീന എന്ന് പറഞ്ഞ ഗെയിം. അപ്പോൾ ഈ ഒരു ഗെയിമിന്റെ സൈസ് വരുന്നത് വെറും 85 MB മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഗെയിം ഞാൻ മെയിനായിട്ട് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പോസ്റ്ററാണ് ഗെയ്സ്. ഒരു രക്ഷയില്ലാത്ത പോസ്റ്റർ. നമ്മുടെ WWE 2K25 അത് തന്നെ കോപ്പി ചെയ്ത് ഇതിനകത്ത് വെച്ചേക്കുന്നു. 85 MB അത്രയും ഗ്രാഫിക്സ് കിട്ടുമെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നാണ് ഞാൻ നോക്കിയത്. പിന്നെ റേറ്റിംഗ് കാര്യം നോക്കി കഴിഞ്ഞാൽ 3.7 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. പിന്നെ 1 lakh per ഡൗൺലോഡ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഈ ഗെയിമിനൊന്ന് ഓപ്പൺ ആക്കാം. അപ്പോൾ നമ്മുടെ റിയൽ വേൾഡ് റെസ്ലിംഗ് ഇതാ ഓപ്പൺ ആയിരിക്കുകയാണ്. ഓക്കെ, സോ ഗൈസ്, ഇതിന് നെറ്റ് വേണം. അപ്പോൾ നെറ്റ് ഓൺ ആക്കി നമ്മളെല്ലാം സെറ്റാക്കി പ്രൈവസി ആൻഡ് പോളിസി എല്ലാം ആക്സെപ്റ്റ് ചെയ്ത് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഗെയിമിന്റെ ലോബിയും കാര്യങ്ങളൊക്കെ നൈസാണ്. സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഗ്രാഫിക്സ് ഒക്കെ ഹൈ ആക്കാം. ഞാൻ മീഡിയം ഒക്കെയാണ് കളിക്കുന്നത്. ഹൈ ആക്കിയാലും എല്ലാം സെയിം തന്നെയാണല്ലോ. ഓക്കെ, നമ്മളിതാ സ്റ്റാർട്ട് ആക്കാൻ പോകണം. കേസ് മെയിനായിട്ട് പറഞ്ഞ ഈ ഗെയിമിനകത്ത് മുടിഞ്ഞ ആർട്സ്, ഒരു രക്ഷയില്ലാത്ത ആർട്സ്. എവിടെ കൈ തൊടുന്നു, എവിടെ സ്ക്രീൻ തൊട്ടാലും ആട് വരും.
ഓക്കെ, നമുക്ക് ഇതാ ബ്രസ്ലേഴ്സിനൊക്കെ ലോഗൻ എന്ന് പറഞ്ഞ ബ്രസ്ലേഴ്സ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇവനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ജോൺ, ലിയോ, ലൂക്കാസ്, ഹെൻറി, ഇതെന്താ പറയുക ഗ്രീക്ക് ഗോഡിന്റെ പേരുകളൊക്കെ ഇട്ടേക്കുന്നു. മൈക്ക, മിലോ, മാക്സ്, ലിയോ, കെവിൻ, എല്ലാം നൈസ് പേരുകളാട്ടോ. ഓക്കെ, നമുക്ക് അതായത് നെക്സ്റ്റ് അടിച്ച് നോക്കി സ്റ്റാർട്ടാക്കാം ഗെയിം. 2 hours later. അതൊക്കെ ഉണ്ട് എന്തിനാണ് എന്തോ വേസസ്. ഓക്കെ, ലോകനും മൈക്കിളും തമ്മിലുള്ള മാച്ച് കളിക്കുന്നത്. ഓക്കെ, ലോകനും മൈക്കിളും ഇതാ മാച്ച് കളിക്കാൻ പോകണം. സ്റ്റാർട്ടാക്കിയിരിക്കുകയാണ്. ഓക്കെ, ഇതാ സ്റ്റാർട്ടാക്കാൻ പോവാണ്. യെസ്, സ്റ്റാർട്ടാക്കുന്നതിന് നമുക്ക് മാപ്പ് സെലക്ട് ചെയ്യാനുണ്ട്. ജിമ്മും ഫൈറ്റ് എറിയനും. അപ്പോൾ നമുക്ക് എന്തായാലും ഫൈറ്റ് എറിയൻ അൺലോക്ക് അല്ല, നമുക്ക് ജിമ്മാണ് അൺലോക്ക്. ഓക്കെ, നമുക്ക് ജിമ്മ് സെലക്ട് ചെയ്യാം. ടാപ്പ് ടു സെലക്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ ജിമ്മിലാണ് മാച്ച് കളിക്കുന്നത്. അപ്പോൾ ജിമ്മിന്റെയും കാര്യങ്ങൾ സെറ്റപ്പ് കാണാം. ബാക്കി മറ്റേ ട്രെഡ്മില്ലൊക്കെ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ലോകനും മൈക്കിളും തമ്മിൽ ജിമ്മി ഇതാ വഴക്ക് കൂടുന്നു. എനിക്ക് തോന്നുന്നു എന്തോ വർക്കൗട്ട് പരമായിട്ട് ബന്ധപ്പെട്ട സംഭവമായിരിക്കും. എന്തോന്നും അറിയത്തില്ല, എന്തെങ്കിലുമൊക്കെ വാക്ക് തർക്കമായിരിക്കും. അപ്പം അവർ തമ്മിൽ അടിയിട്ട് വേണം. ഓക്കെ, നമ്മൾ ലോകനാണ്. ലോകൻ എന്തൊക്കെയോ വിടുന്നു, എന്തൊക്കെയോ തീപ്പൊരിമാനുള്ള ഗോളൊക്കെ വിടുന്നു. മൈക്കിളിന്റെ രോമത്തിൽ പുള്ളി തൊടുന്നില്ല, അതാണ്. എന്തായാലും ഓക്കെ, അടിക്ക് നോക്കിയത് എന്തോ അടിയത്. ഓക്കെ, റൗണ്ട് 2. ഓക്കെ, അവിടെ മൈക്കിളെ നമ്മൾ തോപ്പിക്കും. ഓക്കെ, പിന്നെ കൺട്രോൾസ് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കൊള്ളാം ഗെയിം. കാശിന് കൊള്ളത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ഏത് വെക്കലും 10 രൂപ പോലെ, ഏത് മൂവ് വെക്കലും ഒരേ മൂവനെ വരത്തുള്ളൂ. ചാടിയടി എന്തൊക്കെ അള്ളുന്ന മാതിരി മൂവൊക്കെ, അതെന്തോന്ന് എനിക്കൊന്നും മനസ്സിലൊരു പിടുത്തവും ഇല്ല. എനിക്കൊന്ന് ബ്രസ്ലേഴ്സിന് എന്തോ മാജിക്കൽ പവർ ഉണ്ട് ആ ഗെയിമിന് ക്രിയേറ്റർ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ മാജിക്കൽ പവർ വെച്ചിട്ട് അടിക്കും. അങ്ങനെ മൈക്കിൾക്ക് നോക്കൗട്ട് ആയിരിക്കുകയാണ്. അങ്ങനെ ലോകം ജയിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഗെയിമിന്റെ എക്സ്പീരിയൻസ്. ഇവന്മാർ ആഡ് തരാൻ വേണ്ടിയാണ് ഗെയിംസ് ഈ ഒരു ഗെയിം ഇറക്കിയെന്ന് പറഞ്ഞാൽ അവർക്ക് ആർട്സിലൂടെ പൈസ സമ്പാദിക്കണം. അതാണ് ഇവന്മാർ മെയിനായിട്ട് ഇറക്കിയത്. പിന്നെ ജസ്റ്റ് ചുമ്മാ കുറെ ഗ്രാഫിക്സും ഒരു കുറച്ച് ഒലഞ്ഞ മൂവ്സും ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു ഗെയിമിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ഗെയിമിന്റെ റേറ്റിങ്ങിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ 10-1 6.5 എനിക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ഗെയിമാണ് ദി മസിൽ ഹസ്റ്റിൽ. അപ്പോൾ ഈ ഒരു ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ഗെയിമിന് എബോ ആവറേജ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് 3.9 സ്റ്റാർ റേറ്റിംഗ്. ഈ ഗെയിം 10 ലക്ഷത്തിലധികം ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം താമസിക്കാൻ നമുക്ക് നേരെ ഗെയിം ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, സോ നമുക്ക് ഈ ഗെയിമും കാര്യങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കുമ്പോൾ ദി മസിൽ ഹസ്റ്റിൽ എന്ന് പറഞ്ഞ് ഏതൊരു പ്രശ്നം ചെയറും പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. 2000 years later. ഞാനൊരു അരമണിക്കൂർ ഏകദേശം നിന്ന്, എന്നിട്ട് ഈ ഒരു ഗെയിം ലോഡാവുന്നില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണ്, എന്തോന്ന് അറിയത്തില്ല. ഈ ഒരു ഗെയിം ലോഡാവുന്നില്ല. അപ്പോൾ സോറി കേസ്, ഈ ഒരു ഗെയിമിൻ്റെ റിവ്യൂ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. സോ നിങ്ങൾ ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഓക്കെ, നമ്മുടെ ലിസ്റ്റിലെ അടുത്ത ഗെയിമാണ് റൗഡി സിറ്റി റെസ്ലിംഗ്. അപ്പോൾ ഈ ഒരു ഗെയിം ഞാൻ എടുക്കാൻ കാരണം എന്നാണ്, ആദ്യം ഞാൻ ഈ ഒരു ഗെയിം എടുക്കേണ്ടത് വിചാരിച്ചാണ്. പക്ഷേ റേറ്റിംഗും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ 4.0 റേറ്റിംഗ് ഈ ഒരു ഗെയിമിനുണ്ട്. അത് മാത്രമല്ല 10 lakhs പ്ലസ് ഡൗൺലോഡ്സും ഉണ്ട്. പിന്നെ ഈ ഗെയിമിന്റെ കമന്റ് സെക്ഷൻ വായിച്ചു നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പോസിറ്റീവ് റിവ്യൂ ആണ്. അപ്പം ഈ ഒരു ഗെയിമിന്റെ പോസ്റ്ററിംഗ് ആണ് കണ്ട ഒരു പഴയ 80s 90s കാലത്തെ WWE ഗെയിംസിന്റെ ഒരു ഫീലാണ് കിട്ടുന്നത്. അപ്പം ഈ ഒരു ഗെയിം ഇത്ര റേറ്റിംഗ് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പോപ്പുലർ ഗെയിമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും കളിച്ച് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഗെയിം ഓപ്പൺ ആക്കുമ്പോൾ യെസ് നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് അറ്റാക്ക്, അപ്പ് അങ്ങനെയുള്ള ആരോസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. യെസ്, ഞാൻ ആദ്യം ഈ ഒരു ഗെയിം കളിച്ച് നോക്കിയപ്പം ജമ്പ് ചെയ്ത് റിങ്ങിനോർത്ത് എത്താൻ ഭയങ്കര പാട് ഇതിനകത്ത്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ആ ഒരു റിങ്ങിൽ കയറിയിരിക്കുകയാണ്. ഒരുപാട് ടൈം എടുത്ത് കേട്ടോ. അത് ഞാൻ കുറെ പാട് കിട്ടും ഈ ജമ്പിന്റെ ഓപ്ഷന് കയറി റിങ്ങിൽ കയറാൻ. അങ്ങനെ എൻ്റെ ഏറെ നാളത്തെ പരിശ്രമക്കുള്ളിൽ ഞാൻ റിങ്ങിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഗെയിമിന് പ്രത്യേകം നടന്ന് നമുക്ക് മേളിൽ ഹിന്റ് തരും. ട്യൂട്ടോറിയൽ പഠിക്കുമ്പോൾ ഹിന്റ് തരും. അപ്പം ആ ഹിന്റ് വെച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം, എന്നാലും നമുക്ക് അടുത്ത ലെവലിലോട്ട് പോകാൻ പറ്റും. അതാണ് ഈ ഒരു ഗെയിം. അപ്പോൾ മാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. നല്ലൊരു കാര്യമാണ് ആ ട്രെയിനിങ് കാര്യം ചെയ്തിട്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ നേരെ ഗെയിം മാച്ചിലോട്ട് പോയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ തോക്കേണ്ട അവസ്ഥ വന്നേനെ. അപ്പോൾ ഞാൻ കുറെ പാട് വിട്ടു കേട്ടോ, ജമ്പ് ആ റിങ്ങിലോട്ട് കയറി ചാടാൻ ഒരുപാട് പാട് വിട്ട് കേട്ടോ. ഞാൻ കിടന്ന് പാട് കിടന്ന ഇത് കണ്ടോ, പ്രസ് അറ്റാക്ക് വൈൽ ജമ്പിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഡ്രോപ്പ് ക്വിക്ക് ആണെങ്കിൽ എന്ത് ചെയ്യുക, അപ്പാരോയും അറ്റാക്കും തമ്മിൽ ഒരുമിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രോപ്പ് ക്വിക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ വാൾക്ക് ഓവർ സ്റ്റണ്ടർ ആണെങ്കിൽ ഒപ്പോണിൻ്റെ ഗ്രാബ് ചെയ്തിട്ട് ലെഫ്റ്റ് കീ പ്രസ് ചെയ്താൽ മതി. പിന്നെ ഓരോ ഹിൻ്റൊക്കെ ഇങ്ങനെ തരും ഗെയ്സ്. പിന്നെ നമ്മൾ മാച്ചിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഗ്രാബ് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ അറ്റാക്കും ഗ്രാബ് ചെയ്ത് എഴുന്നേൽപ്പിക്കണമെങ്കിൽ നമ്മൾ അടുത്ത് പോയിട്ട് ഉണ്ടാവും പൈൽ ഡ്രൈവർ ചെയ്യാം. പിന്നെ സുപ്ലക്സ് ചെയ്യണമെങ്കിൽ മറ്റേ ഹിൻ്റ് വന്നപ്പോൾ ലെഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്താൽ മതി ഗ്രാബ് ചെയ്തിട്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
നൈസാണ്. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു 80s 90s ഫീലാണ് നമുക്ക് തരുന്നത്. പിന്നെ കളിച്ച് നോക്കി നല്ല സ്മൂത്താണ്. അത്യാവശ്യം ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത് വെറും 14 MB മാത്രമാണ്. അപ്പം ആ ഒരു MB ഇത്ര നല്ലൊരു ഗ്രാഫിക്സ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പിക്സലേറ്റഡ് ആയിട്ടുള്ള ഗെയിം, പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നിങ്ങൾ 80s കാലം 90s കാലത്തൊക്കെ ഹൾക്ക് ഹോഗനൊക്കെ ഉണ്ട്. ഹൾക്ക് ഹോഗൻ, ഈ അണ്ടർടേക്കർ, പഴയ അണ്ടർടേക്കർ ഒക്കെ ഉണ്ടല്ലോ, അണ്ടർടേക്കർ, പിന്നെ അൾട്ടിമേറ്റ് വാരിയർ, അവരൊക്കെയാണ് ഇതിനകത്തെ മെയിൻ ക്യാരക്ടേഴ്സ്. അപ്പം അങ്ങനെയുള്ള നിങ്ങൾ 80s 90s കാലത്തെ WWE കാണുന്ന ഒരാളാണെങ്കിൽ, WWE ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഈ ഗെയിം ഇഷ്ടപ്പെടും. ഒരു നൊസ്റ്റാൾജിയ ഫീൽ അടിക്കാവുന്ന ചാൻസ് ഞാൻ കാണുന്നുണ്ട് ഈ ഒരു ഗെയിം കളിക്കുമ്പോൾ. എനിക്ക് ചെറുതായിട്ട് അടിച്ചായിരുന്നു ആ പഴയ അണ്ടർടേക്കറിനെ കണ്ടപ്പം. അപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഓക്കെ, ഒപ്പോൻ്റെ അടുത്ത് റിങ്ങിലോട്ട് എറിയണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോളൊക്കെ മുകളിൽ കാണിക്കും. അപ്പം അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഞാനിത് ഒപ്പോനെ തൂക്കിയെടുത്ത് റിങ്ങിലോട്ട് ഇട്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് പെട്ടെന്ന് അണ്ടർടേക്കർ വന്നുണ്ടോ, പഴയ അണ്ടർടേക്കർ. അപ്പം അണ്ടർടേക്കർ വന്നുകൊണ്ട് അണ്ടർടേക്കർ നമ്മൾ റിങ്ങിലേക്ക് പുറത്ത് എറിയണം. അപ്പം ട്യൂട്ടോറിയൽ കംപ്ലീറ്റ് ആയി. ഇപ്പം നമ്മൾ മാച്ചിലോട്ട് പോവാണ്. മാച്ചിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഏതോ ഒരു റെസ്ലർ. അപ്പോൾ നമ്മൾ പൊക്കി എടുത്തുകൊണ്ട് കണ്ടോ, നമ്മൾ ഭയങ്കര പാടാണ് കളിക്കാൻ. നല്ല ട്രെയിനിങ് കിട്ടിയില്ലെങ്കിൽ നല്ല പാടാണ് ഗെയിം കളിക്കാൻ. എനിക്കൊന്നും നല്ല ട്രെയിനിങ് കിട്ടിയില്ല. ഞാൻ ജമ്പ് ചെയ്യാൻ പിന്നെ ഭയങ്കര പാടുപെട്ടു. പിന്നെയാണ് കളിക്കാൻ നമ്മൾ ചിലപ്പോൾ മറക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഞാൻ ആദ്യം കളിക്കുമ്പോൾ മറക്കുമായിരുന്നു, ഹൾക്കോം വന്നിട്ടോ. അപ്പം ഇതിനകത്ത് വെസ്റ്റേഴ്സിനൊക്കെ അത്യാവശ്യം പവർ ഉണ്ട്. എനിക്കൊന്നും പവർ ഇല്ലാത്തൊരു വെസ്റ്റേഴ്സാണ് തന്നേക്കുന്നത്. അപ്പോൾ ഹൾക്കോനൊക്കെ വരല്ല, പണ്ടത്തെ 80s 90s പവർ ഹൗസ് ആണ് ഹൾക്കോൻ. അപ്പം ഹൾക്കോനായിട്ടൊക്കെ നമ്മൾ കളിക്കുമ്പോൾ അറിയാലോ, ഇത്ര ലെവൽ കൂടിയ ഒരു താരത്തിനായിട്ട് നമ്മൾ കളിക്കുമ്പോൾ നമുക്കതിന് കളിക്കാൻ പോലും ഇന്നത്തെ കൺട്രോൾസ് കിട്ടത്തില്ല. അപ്പം തൂക്കിയെടുത്ത് എറിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത റിസൾട്ട്സ് വരും. അപ്പം അങ്ങനെയാണ് ഈ ഗെയിമിന് കാര്യങ്ങൾ. നമ്മളെ തൂക്കിയെടുത്ത് എറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ തോറ്റിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഗെയിമിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇതൊന്ന് കളിച്ചു നോക്കും. ഓക്കെ, ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗെയിമിനെ ഞാൻ റേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഈ ഒരു ഗെയിമിന് 10 ഒരു 9 സ്റ്റാർ ആണ് ഈ ഒരു ഗെയിമിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഓക്കെ, നമ്മുടെ ലിസ്റ്റിലെ 5ാമത്തെ ഗെയിമാണ് റംബിൾ റെസ്ലിംഗ് ഫൈറ്റിംഗ് ഗെയിം എന്ന ഗെയിം. അപ്പോൾ ഈ ഒരു ഗെയിമിനെ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് റേറ്റിംഗ് വളരെ കുറവാണ്. 3.6 സ്റ്റാർ മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, നമ്മളിതുവരെ കളിച്ചതിൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് കുറവുള്ള ഗെയിമും ഇതാണ്. 5 lakhs+ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഗെയിമിനെ കമന്റ് സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഫുൾ നെഗറ്റീവ് കമന്റ്സ് ആണ്. ഫുൾ എല്ലാവരും ഈ ഗെയിമിന് എതിരാണ് പറയുന്നത്. ഓക്കെ, ഈ ഗെയിം കൊള്ളത്തില്ല, ഗ്രാഫിക്സ് കൊള്ളത്തില്ല, ആകെ കൂടെ വേസ്റ്റ് ഗെയിം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അഭിപ്രായമല്ലേ വേണ്ടത്. ഇപ്പം നമ്മൾ ബാക്കിയുള്ളവർ നോക്കിയിട്ട് നമ്മൾ കളിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കളിച്ച് നോക്കിയിട്ട് ഈ ഒരു ഗെയിമിൻ്റെ റിവ്യൂ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ MB എന്ന് പറയുന്നത് 81 MB ആണ്. 81 MB ഈ ഒരു ഗെയിം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതാ ഗെയിം ഓപ്പൺ ആക്കാൻ പോവുകയാണ്. ഓക്കെ, ഫൈറ്റിംഗ് സ്പോർട്സ്, ഓക്കെ, റംബിൾ റെസ്ലിംഗ് ഒക്കെ എഴുതി കാണിക്കുന്നു. ഓക്കെ, ഗെയിം ഇതാ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗെയിമിൻ്റെ ലോബിയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് റോമൻ റെയിൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ മാച്ച് തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഫിനിഷ് ദം ആളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും കൊല്ലാം. ഓക്കെ, ഫസ്റ്റ് ആ പ്രൊപ്പോണൻ്റ് ആരാണ്? ഒരൊറ്റ ചവിട്ട് തെറിച്ചു ഗെയ്സ്. ആ ഗിത്താറും കൊണ്ട് അവൻ പറഞ്ഞു പോയി. ഓക്കെ, ആ ലെവൽ 1 ജയിച്ചു. ഓക്കെ, അത്രേ ഉള്ളൂ, ലെവൽ 1. ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ഞെക്കിയാൽ മതി, പറഞ്ഞു പോയിക്കോളൂ. ഓക്കെ, ഇതിനകത്ത് 2 ബട്ടണിലേ ഉള്ളൂ, ജോയിസ്റ്റിക്കും ഒരു ഇടിക്കുന്ന ബട്ടണും. പക്ഷെ ഇടിക്കുന്നതെല്ലാം ചവിട്ടിയാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ ലെവൽ 2 വിൻ. യെസ്. നെക്സ്റ്റ് 2 പേരുണ്ട്. 2 പേരെ നമുക്ക് പറപ്പിച്ചെല്ലണം. ഒരുത്തൻ അപ്പുറത്തായിട്ട് പോയി, രണ്ടാമത്തെ അപ്പുറത്തായിട്ട് പോയി. പക്ഷേ അവൻ ഔട്ടായില്ല. ഓക്കെ, എൻ്റെ മോനെ ചവിട്ടുന്നൊക്കെ സ്ലോ മോഷൻ കിടിലാണ് കേസ് കേട്ടോ, ഒരു മൂവി പോലൊക്കെ. ഓക്കെ, നെക്സ്റ്റ് 2 പേരേ ഉള്ളൂ, നെക്സ്റ്റ് ലെവൽ. ഓക്കെ, വീണ്ടും നമുക്ക് അടിച്ചിടാം. ഇതൊക്കെ ഒന്ന് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കളിക്കുന്നത് തോന്നുന്നു. ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് അപ്പുറത്തെ താഴെ കിട്ടാൻ നമ്മളെ ലെവൽ കംപ്ലീറ്റ്. അതാണ് ഈ ഗെയിം, അത്രേ ഉള്ളൂ. അല്ല പിന്നും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് അതും ഒരു ബിൽഡിംഗ് ആണ്. ഡമ്പലൊക്കെ ഇരിക്കും. നമുക്ക് ജിമ്മി വെച്ചാണെന്ന് തോന്നുന്നു. ജിമ്മ് എനിക്ക് തോന്നുന്നത് ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് വല്ലതും ആയിരിക്കാൻ തോന്നുന്നു. ഇപ്പോൾ നമ്മൾ തോറ്റിരിക്കുകയാണ്, നമ്മൾ റിവൈവ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഗെയിമിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ റിവ്യൂ ചെയ്തതിൽ എനിക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആൾക്കാർ എന്തായാലും കറക്റ്റ് കാര്യം നോക്കിയാണ് റിവ്യൂ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗെയിമിനെ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നൈസാണ്, അല്ലാതെ ഫണ്ണായിട്ട് കളിക്കാം, ചുമ്മാ ഇങ്ങോട്ട് ഇടിച്ച് തട്ടിക്കളയാം. അതല്ലാതെ സീരിയസ് ഗെയിമറെല്ലാം ആണെങ്കിൽ ഈ ഒരു ഗെയിം കളിച്ചിട്ട് ഒരു കാര്യമില്ല, നമ്മുടെ സമയം പോവും. പിന്നെ ആകെ 2 ബട്ടണേ ഉള്ളൂ, ഒന്ന് ജോയിസ്റ്റിക്കും ഒന്ന് ആ ഇടിക്കുന്ന ബട്ടൺ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറേ ക്യാരക്ടേഴ്സിനൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ റോമറൻസ് ആണ്, ഇതിനകത്ത് കുറേ ഇതൊക്കെ ഉണ്ട്, കോഡി റോഡ്സ് ഒക്കെ ഉണ്ട്, പിന്നെ കുറേ പഞ്ചാബികൾ, പിന്നെ സെത്ത് റോളിങ്സ് ഉണ്ട്, പിന്നെ ജോക്കറിനെ പോലെ 2-3 പേരുണ്ട്. എന്തോ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ആണെന്ന് തോന്നുന്നു. എന്തോന്ന് എനിക്ക് അത്രയും WWE എന്തായാലും എല്ലാം തോന്നുന്നു. WWE റോമറൻസ്, നമ്മൾ കിം ജോൺ ഒക്കെ ഉണ്ട്, കിം ജോൺ കേട്ടോ. അപ്പോൾ ഈ ഒരു ഗെയിമിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 81 MB ഈ ഗെയിം ഇല്ല, എന്നാലും ഫണ്ണായിട്ടുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഗെയിമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റോമൻ റെയിൻസ് ആണ് മെയിനായിട്ട് ഈ ഗെയിമിനായിട്ടുള്ളത്. റോമൻ റെയിൻസ് ആണെന്ന് എനിക്കറിയില്ല. റോമൻ റെയിൻസിൻ്റെ തലയും റോക്കിൻ്റെ ബോഡി നോക്കിയേ, അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെ അണ്ടർടേക്കറിൻ്റെ ഗ്ലൗസ്.
പിന്നെ കുറച്ച് വെപ്പൺസും ഹീറോസും ഫുൾ ആടാണ് ഗേസ്, ഫുൾ ആട്. നമ്മൾ ഇതിനകത്ത് നെറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഫുൾ ആടാണ്. ഞാൻ നെറ്റ് ഓഫ് ആക്കിക്കൊണ്ട് അത്ര ആടൊന്നും ഫേസ് ചെയ്തില്ല. നെറ്റ് അങ്ങോട്ട് ഓൺ ആക്കണം, നെറ്റ് അങ്ങോട്ട് ഓൺ ആക്കിയിട്ട് പ്ലേ കൊടുക്കണം. ഭയങ്കര ആടാണ്. അപ്പോൾ ഓരോ ലെവലിൽ വരുമ്പോൾ ഇങ്ങനെ ആട് വന്നുകൊണ്ടിരിക്കും. അപ്പം അതാണ് ഈ മെയിനായിട്ട് പ്രശ്നം. അപ്പോൾ നമ്മൾ ഈ കളിച്ച എല്ലാ ഗെയിമിനകത്തും ആടുണ്ട് ഗേസ്, നല്ല ആടുണ്ട്. പിന്നെ ആകെ ഇല്ലാത്ത റൗഡി റെസ്ലിംഗ് അല്ലേ, ആ ഒരു ഗെയിമിനകത്ത് അത്ര ആടില്ലാത്ത. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗെയിമിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 7 സ്റ്റാർ അത്രയോ. അപ്പോൾ ഈ ഒരു ഗെയിമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് ഗെയിമാണ് റെസ്ലിംഗ് ഫൈറ്റിംഗ് അരീന എന്ന് പറഞ്ഞ ഗെയിം. അപ്പോൾ പേര് കേട്ടപ്പോൾ തന്നെ അറിയാം, ഒരു അരീന ഗെയിമാണ്. ഓക്കെ, അപ്പോൾ ഈ ഗെയിമിനെ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡൗൺലോഡ്സ് ആണ്. 50K ഡൗൺലോഡ്സേ ഉള്ളൂ. ഇപ്പം നമ്മൾ നേരത്തെ കളിച്ച ഗെയിമിൽ 5 lakhs ഉണ്ട്, ഇതിൽ 50K 50,000 പേരെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ എന്താണെന്ന് അറിയില്ല ഈ ഗെയിമിനെ പറ്റി ഉള്ള അഭിപ്രായം. എനിക്ക് തോന്നുന്നു കുറച്ച് നെഗറ്റീവ് കമൻസ് ഉണ്ട്. മറ്റേ ഗെയിമിനകത്ത് നെഗറ്റീവ് കമൻസ് ഇല്ലെങ്കിലും നെഗറ്റീവ് കമൻസ് ഉണ്ട് ഗെയ്സ്. അപ്പോൾ നമുക്ക് എന്തായാലും കളിച്ചു നോക്കാം. ഓക്കെ, 3.7 സ്റ്റാർ ഒക്കെ ഉള്ള റേറ്റിംഗ് ഗെയിമാണ്. അപ്പോൾ മറ്റേതിനെക്കാളും റേറ്റിംഗ് ഉണ്ട്, എന്നാൽ ഡൗൺലോഡ്സ് കുറവ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഗെയിം ഒന്ന് കളിച്ചു നോക്കാം ഗൈസ്. അപ്പോൾ ഗെയിം ഇത് ഓണാക്കിയിരിക്കുകയാണ്. 3D അൾട്ടിമേറ്റ് മാച്ച് 3D ഗെയിമാണ് ഗെയ്സ്. നമുക്കറിയത്തില്ല, നമ്മൾ ഇതുവരെ കളിച്ചാലും 2D ആണ്. 3D ഗെയിം, നൈസ്. ഓക്കെ, അപ്പോൾ ബോക്സർ ഫൈറ്റിംഗ് ഇവിടെ 3D എഴുതി കാണിച്ചാണ്. ഓക്കെ, 3D ഗെയിമാണെന്ന് കാണിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ കുറച്ച് നാണയം കിട്ടിയിരിക്കാൻ ഡെയിലി റിവാർഡായിട്ട്. ഓക്കെ, അപ്പം രണ്ടുപേര് കുറേ ഒരു NXT ചാമ്പ്യൻഷിപ്പിന് മുന്നിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ആ നടക്കുന്ന കിളവൻ എന്താണ് കാണിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് കാണിക്കുന്നു നോക്കിയേ. ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, എന്തോ കുന്തമാണ് ഈ ഗെയിമിനകത്തുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ബോക്സേഴ്സ് ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ആവുകയാണ്. ഓക്കെ, ലോഡിങ് കുറച്ച് ടൈമുണ്ട്. ഓക്കെ, നമുക്ക് 2 തരം മോഡുണ്ട്, സ്റ്റോറി മോഡും വെർസസ് മോഡും. അപ്പോൾ വെർസസ് മോഡ് ഓൺ ആവത്തില്ല, കമ്മിങ് സൂൺ കാണിക്കുന്നത്. അപ്പോൾ സ്റ്റോറി മോഡ് എടുക്കാം. സ്റ്റോറി മോഡിൽ ഇപ്പം 2 പേരുണ്ട്. ഏതൊക്കെയോ 2 കാർഡൊക്കെ ആയിട്ട് 2 പേര് കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു മാപ്പ് 2 തരം ഉണ്ട്. ഏതാണ്ടൊക്കെ നോക്കാം. ഓക്കെ, ഇവിടെ കുറച്ച് ട്യൂട്ടോറിയൽ. ഓക്കെ, എൻ്റെ മോനെ 2 പേര്, ഒരു കിളവനും. ഓക്കെ, 2 പേരും തമ്മിൽ മാച്ച് ചെയ്യാണ്. ഓക്കെ. എനിക്ക് തോന്നുന്നു കിളവൻ മാർഷൽ ആർട്സ് ആയിരിക്കും, മറ്റവൻ ബോക്സറും. അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല, ഈ ഗെയിമിൻ്റെ ഡെവലപ്പർ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ഒരു മാർഷൽ ആർട്ടിനെയും ഒരു ബോക്സറിനെ തമ്മിൽ ഫൈറ്റ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും ക്യൂരിയോസിറ്റി ആണല്ലോ, ഒരു മാർഷൽ ആർട്ടും ഒരു ബോക്സറും തമ്മിൽ ഫൈറ്റ് ചെയ്ത് ആരായിരിക്കും ജയിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാനിപ്പം ആ കിളവനായിട്ടാണ് കളിക്കുന്നത്. ആ മാർഷൽ ആർട്ട് പഠിച്ചൊരു ആ കിളവൻ പക്ഷേ ഇടിക്കുന്നുണ്ട്, പക്ഷേ ഒരു ഇടി പോലും രോമത്തെ പോലും തൊടുന്നില്ല. ഓക്കെ, ഇതാ ബോക്സർ അവനെ എത്ര ഇടിച്ചിട്ടും അവൻ്റെ പവർ കുറയുന്നില്ല. പക്ഷെ അവൻ എന്നെ ഇടിക്കുമ്പോൾ എൻ്റെ ഒരുപാട് പവർ കുറയുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. അവൻ എന്നെ നോക്കൗട്ട് ആക്കിയിരിക്കുകയാണ്. കേസ് ചരിത്രം സംഭവിച്ചിരിക്കുകയാണ്. ഒരു ബോക്സർ ഒരു മാർഷൽ ആർട്ട് പഠിച്ചവനെ ഇടിച്ച് തറയിട്ടിരിക്കുകയാണ്, നോക്കൗട്ട് ആയിരിക്കുകയാണ് കേസ്. ചരിത്രത്തിൽ എഴുതേണ്ട ലിപികളാണ് കേസ്. ഓക്കെ, അപ്പോൾ റൗണ്ട് 2 ഇതാ വന്നിരിക്കുകയാണ്. നമ്മൾ തീർച്ചയായും അവനെ പഞ്ഞിക്കിടുമായിരിക്കും. നമുക്ക് നോക്കാം. കിളവൻ പറഞ്ഞു നിന്ന് ആരാണ് അടിക്കുന്നത്? എടാ, ഒരുത്തൻ പറഞ്ഞു നിന്നും കുറേ നേരമായിട്ട് അടിക്കുന്നത് എന്തുവാണെന്ന് അറിയത്തില്ല. എന്നെ തന്നെ ടാർഗറ്റ് ചെയ്യുക. മുമ്പത്തെ റൗണ്ട് 1 ഞാൻ കണ്ടത്, അത് ഞാൻ കാര്യമാക്കില്ല. റൗണ്ട് 2 നോക്കിക്കോണം, ഞാൻ കാണിച്ചു തരാം. അവനെ ഇടിക്കുന്നുണ്ട്. ഞാൻ കൈ വെക്കുമ്പോൾ അവൻ വരും. എൻ്റെ കണ്ട വരുന്നുണ്ട്. അവനെ ഇന്നും പിടിക്കണം. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നമുക്ക് അവനെ തോപ്പിക്കാം. എന്തുവാടാ കഥകൾ കാണിക്കുന്നു. നോക്കിയേ, നമ്മൾ ചാട്ടം മാത്രമേ ഉള്ളൂ, അവനാണ് പഞ്ച് ചെയ്യുന്നത്. അതേയുള്ളൂ. എനിക്ക് തോന്നുന്നു എന്തായാലും അവൻ എന്നെ നോക്കാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി ആ ഒരു ബോക്സർ ഒരു കരാട്ടക്കാരനെ തോൽപ്പിച്ചിരിക്കുകയാണ് ഗൈസ്. 1 സ്റ്റാർ ഗെയിം ആണെന്ന് വേണമെങ്കിൽ പറയാം. 1 സ്റ്റാർ ഗെയിം. ഞാൻ ഇതുവരെ കളിച്ച ഏറ്റവും വേസ്റ്റ് ഗെയിം ഇതാണ്. ഈ ഒരു ഗെയിമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഗെയിം നിങ്ങൾ കളിച്ച് നോക്കിയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, അപ്പോൾ കേസ് ഈ 6 ഗെയിമിന് നിങ്ങളുടെ ഫേവറേറ്റ് ഗെയിം ആണ് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം. സോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു കിടിലൻ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.